ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ജാവേറായ ഉമർ നബിയുമായി ബന്ധമുള്ള കശ്മീരി സ്വദേശിയെയാണ് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത്. ജാസിർ ബിലാൽ വാനി എന്ന ഭീകരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മുമ്പും പല ഭീകരവാദ പ്രവർത്തനങ്ങളിലും ഭാഗമായെന്ന് NIA വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി S. നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഈ കശ്മീരി സ്വദേശിയായ ജാസിർ ബിലാൽ വാനിക്ക് ഈ സ്ഫോടനവുമായിട്ട് എങ്ങനെയാണ് ബന്ധം? എന്താണ് NIA പറയുന്നത്? അനിൽ, ജാസിർ ബിലാൽ വാനി ഇയാളൊരു ഭീകരനാണ് എന്നുള്ളതാണ് NIA ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീരിലെ അനന്തനാഗ് സ്വദേശിയാണ് ഇയാൾ. നിരന്തരം ഈ ചാവേറായിട്ടുള്ള, അതായത് ചെങ്കോട്ട സ്ഫോടനത്തിൽ ചാവേറായിട്ടുള്ള ഉമർ നബിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ അൽഫലാഖ് ഫെഡ്യൂളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ NIA സൂചിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് കൃത്യമായ പങ്കുണ്ട് എന്നും NIA വ്യക്തമാക്കുന്നു. നിരന്തരം ഇത്തരത്തിൽ ഇയാളുമായി ഉമറുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾ നേരത്തെയും പല രീതിയിൽ ഈ ഭീകരവാദ ബന്ധങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ NIA സൂചിപ്പിക്കുന്നത്. അതായത് ചില ഡ്രോൺ അറ്റാക്കുകളടക്കം ഇയാൾ നേരത്തെ പദ്ധതിയിട്ടിരുന്നു. അങ്ങനെ നിരവധി ആക്രമണങ്ങൾക്ക് ഇയാൾ പദ്ധതിയിട്ടിരുന്നു. നിരന്തരം ഇത്തരം ഭീകരവാദികളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനമായി NIA ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇയാൾക്ക് പാകിസ്ഥാനിലെ ചിലരുമായി ബന്ധമുണ്ട് എന്നുള്ളതും അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു. ഏതായാലും ഇപ്പോൾ ഈ ചെങ്കോട്ട അപകടവുമായി ബന്ധപ്പെട്ട്, സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ കൂടി അറസ്റ്റ് NIA രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി തന്നെ പുരോഗമിക്കുന്നു. ഇതിനോടകം തന്നെ ഏതാണ്ട് 7 ഡോക്ടർമാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതാണ് ഇവരെ സഹായിച്ചവരുടെ അറസ്റ്റ് കൂടുതലായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഈ അൽഫലാഖ് മൊഡ്യൂൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അൽഫലാഖ് സർവകലാശാല തന്നെയാണ് ഈ ഭീകരവാദത്തിൻ്റെ വിളനില കേന്ദ്രമെന്ന് ഇതിനോടകം തന്നെ കണ്ടെത്തിക്കഴിഞ്ഞു. അൽഫലാഖ് സർവകലാശാലയിലെ പരിശോധനകൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. NIA ദേശീയ അന്വേഷണ ഏജൻസി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഹരിയാനയുടെ വിവിധ ഭാഗങ്ങളിലും പരിശോധനകളടക്കം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ രാസവളവും മറ്റും ശേഖരിച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇങ്ങനെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയൊക്കെ തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഈ അന്വേഷണത്തിൽ കൃത്യമായി തന്നെ സുതാര്യത നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അന്വേഷണ സംഘത്തെ പൂർണ്ണമായും മുഖവിലേക്കെടുക്കുന്ന സാഹചര്യമാണ് സർക്കാരിനുള്ളത്. നമുക്കറിയാം, ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിൽ പിന്നെ നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ്റെ പങ്ക് കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിരുന്നു. ഏതായാലും ഈ അന്വേഷണത്തിലും ഇപ്പോൾ പ്രാഥമികമായി തന്നെ പാകിസ്ഥാൻ്റെ പങ്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമുക്ക് ഇത് തെളിവുകൾ സഹിതം സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ, പാകിസ്ഥാൻ്റെ പങ്ക്, അതേപോലെ തന്നെ തുർക്കിയുമായി ബന്ധപ്പെട്ട പങ്കൊക്കെ തന്നെ തെളിയിക്കുവാൻ വേണ്ടിയുള്ള കൂടുതൽ വിവരശേഖരണങ്ങളും കൂടുതൽ തെളിവുകളുമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജമ്മു കാശ്മീരിലെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായി അന്വേഷണം നടക്കുന്നത്. ജമ്മു കാശ്മീരിലെ അനന്തനാഗ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഈ അനന്തനാഗ് മെഡിക്കൽ കോളേജിലെ ചില ഡോക്ടർമാർക്ക് ഈ ഉമറുമായി നേരത്തെ തന്നെ വ്യക്തമായ പങ്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉമറുമായി നിരന്തരം ഇവർ സമ്പർക്കം പുലർത്തിയിരുന്നു. അത്തരം ഡോക്ടർമാരെയൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 200ഓളം ഡോക്ടർമാർ ഇതിനോടകം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ്. ഇതിൽ ഏതാണ്ട് 13ഓളം പേർ ഇപ്പോഴും ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. നമ്പ്യാർ. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ചാവേറായ ഉമർ നബിയുമായി ബന്ധമുള്ള കശ്മീരി സ്വദേശിയാണ് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത്. ജാസിർ ബിലാൽ വാനി എന്ന ഭീകരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മുമ്പും പല ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും ഭാഗമായെന്ന് NIA വ്യക്തമാക്കുന്നു. ഡൽഹിയിൽ നിന്ന് S. നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.